നമ്മുടെ സ്റ്റോറിയിൽ എങ്ങനെ ഒരു മെസ്സേജ് ആഡ് ചെയ്യും? ഇത് ഒരുപാട് ബിസിനസ് ഓണേഴ്സ് എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം വളരെ നേരം അവർക്ക് സംസാരിക്കാൻ അറിയാം. എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നു ശരി ഇയാൾ എന്താ പറഞ്ഞിട്ട് പോയതെന്നുള്ളത്. ഇത് മറ്റു ചിലർ സംസാരിക്കുമ്പോഴേക്കും നമുക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം. ഒരു കാര്യം അറിയാം, നമ്മൾ എത്ര നീണ്ട കഥ പറഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും അവസാനം അതിനകത്തുള്ള ഒരൊറ്റ പോയിന്റ് അല്ലെങ്കിൽ 2 പോയിന്റ് ഇത് മാത്രമേ നമ്മുടെ കണ്ടുകൊണ്ടിരുന്ന ഓഡിയൻസ്, നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഓഡിയൻസിന് ഓർമ്മയുണ്ടാവും. എന്തായിരിക്കണം ആ 1 ലൈൻ? ഇനി അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ കേട്ടിരുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അങ്ങനത്തെ ഒരു ടേക്ക് അവേ അവർക്കില്ല എന്നുണ്ടെങ്കിൽ എൻ്റയർ സ്റ്റോറി ഈസ് എ വേസ്റ്റ്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഒരുപാട് ബിസിനസ് ഓണേഴ്സിനെ ബിസിനസ് സ്റ്റോറി ടെല്ലിംഗ് പഠിപ്പിച്ചു കൊടുത്ത് അവരുടെ സ്റ്റോറി ടെല്ലിംഗ് എന്താണെന്ന് പറഞ്ഞു കൊടുത്ത സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്. കഥകൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ആ കഥകളിലൂടെ അവർക്ക് എന്ത് മെസ്സേജാണ് നൽകേണ്ടതാണ് പലർക്കും അറിയാത്തത്. അതവർക്ക് മെസ്സേജ് നൽകാനില്ലാത്തതുകൊണ്ടല്ല, അതിനെ സ്റ്റോറിക്കകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കില്ലാതെ പോയി. അതെങ്ങനെ നമുക്കിപ്പോൾ പഠിക്കാം. സോ നിങ്ങളുടെ മെസ്സേജ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന് കിട്ടേണ്ട ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഇതാണ്. കഥ പറയുന്നതിന് മുമ്പ്, കഥ തയ്യാറാക്കുന്നതിന് മുമ്പ് എന്തായിരിക്കണം ആ 1 മെസ്സേജ് എൻ്റെ ഓഡിയൻസ് മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഓഡിയൻസിൻ്റെ ടേക്ക് അവേ എന്ന് ആദ്യം തന്നെ തീരുമാനം. ആ ലൈൻ എഴുതി വെച്ചതിന് ശേഷം മാത്രം നമ്മുടെ സ്റ്റോറി ബിൽഡ് ചെയ്ത് തുടങ്ങുക. ഇനി ഈ കാര്യം ശ്രദ്ധിക്കാം, അത് വളരെ ക്ലിയർ ആണോ, അത് ഇമോഷണൽ ആണോ, നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഓഡിയൻസുമായിട്ട് റിലേറ്റബിൾ ആണോ? സോ നെക്സ്റ്റ് ടൈം ഒരു ബിസിനസ് സ്റ്റോറിയാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ആ മെസ്സേജ് അങ്ങ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് ധൈര്യമായിട്ട് പോയി കഥ പറഞ്ഞോ. ഉറപ്പാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കും, അവർ എണീറ്റ് കൈയടിച്ചിരിക്കും. ഇതുപോലത്തെ ഒരുപാട് ബിസിനസ് സ്റ്റോറി ടെല്ലിംഗ് ഉപകാരപ്രദമായ ടിപ്പുകൾ നമ്മുടെ ഈ ചാനലിനകത്തുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതെന്ത് വേണമെന്നുള്ള താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാനത് സെറ്റാക്കി തരാം.